വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ചില വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത +1 ക്ലാസുകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മിക്കവാറുമുള്ള ഭൂരിഭാഗം സ്കൂളുകളും കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇതേ പ്രോസസ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കൂടുതൽ സ്കൂളുകൾ ഈ ഒരു പോളിസിയുമായിട്ട് ഈ ഒരു മെത്തേഡുമായിട്ട് രംഗത്ത് വരുന്നു. +1 നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് പഠിക്കേണ്ടതില്ല, അത് മാറ്റിവെക്കുക, നമുക്ക് +2 പഠിച്ചു തുടങ്ങാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായക വാർത്തയായിട്ട് പല സ്കൂളുകളിൽ നിന്നും ഇപ്പോൾ പല വാട്സപ്പ് ചാനലുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. +1 അതേ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് അതേ മെത്തേഡുകളിൽ തന്നെയാണ് ഇപ്പോൾ +2 ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, +1 കാര്യത്തിൽ അന്തിമമായ നിലപാട് 13-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. സുപ്രീം കോടതി പരീക്ഷ നടത്താൻ പറയുകയാണെങ്കിൽ സാർ ഞങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഞങ്ങൾ ഈ പഠിക്കുന്നത് എടുത്ത് +1 പരീക്ഷയ്ക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർ മാർക്ക് തരുമോ എന്നുള്ളതാണ്. കാരണം പല അധ്യാപകരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ കയറ്റുന്നത്. നിങ്ങൾക്ക് C മാർക്ക് തരില്ല, നിങ്ങളെ തോൽപ്പിക്കും, നിങ്ങൾ ഇതിന് പാഠം പഠിക്കേണ്ടി വരും, രക്ഷകർത്താക്കളോട് സംസാരിക്കും, ഇങ്ങനെ അടക്കമുള്ള ഭീഷണി സ്വരങ്ങളിലൂടെ വിദ്യാർത്ഥികളെ കയറ്റുകയാണ്. ഓൺലൈൻ്റെ കാര്യത്തിലാണെന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആയാലും നെറ്റിന്റെ പ്രശ്നമുണ്ടെങ്കിലും നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, മര്യാദ ഈ ക്ലാസ്സിൽ വരണമെന്നാണ്. ഇപ്പോൾ ഇന്നലെ രാവിലെ അഡ്വക്കേറ്റ് സംസാരിച്ച വളരെ നിർണായകമായ ഒരു പോയിന്റ് ഉണ്ട്. അവർ ഏകദേശം 11ഓളം സ്കൂളുകളിൽ പഠനം നടത്തി. അതിൽ ഒരു സ്കൂൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്കൂളുകളിലും 20-30% ഇടയിൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ്. 70% വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ്സിന് ഓരോ സ്കൂളിലും പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് എങ്ങനെ പരീക്ഷ നടത്താൻ കഴിയും? എങ്ങനെ +2 ക്ലാസ്സുകൾ നടത്താൻ കഴിയും? എത്രയും പെട്ടെന്ന് ഈ സിസ്റ്റം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഡിജിറ്റലും മാങ്ങാത്തൊലി വെണ്ടയ്ക്ക കോപ്പ് ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വിദ്യാർത്ഥികളെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നടത്താൻ നിങ്ങൾ തയ്യാറാകണം. വിദ്യാർത്ഥികളെ ജീവൻ വെച്ചുകൊണ്ട് പന്താടുവാൻ ഞങ്ങൾ തയ്യാറല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നടത്താത്തത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ആ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടല്ലേ ഇവിടെ പരീക്ഷ നടത്തുവാൻ വേണ്ടി മുറവിളി കൂട്ടുന്നത്? സുപ്രീം കോടതിയിൽ നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് തന്നെയല്ലേ? വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ് എങ്കിൽ ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം അവരെ വിളിച്ചുകൊണ്ട് അവിടെ സംശയം നിവാരണം ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ നടത്തണമായിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് മാത്രം ക്ലാസ് നടത്തിക്കൊണ്ട് ഓഫ്ലൈനായിട്ട് പരീക്ഷ നടത്തുന്നു. എന്നിട്ട് പരീക്ഷയുടെ തൊട്ട് തലേന്ന് വരെ +2 പഠിപ്പിക്കുന്നു. +1 പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികൾ +2 തലേന്ന് വരെ +2 പഠിച്ചതിന് ശേഷം മാത്രം സ്കൂളുകളിലേക്ക് പോയി പരീക്ഷ എഴുതുന്നു. എഴുതേണ്ടത് +1 പരീക്ഷ. എന്തൊക്കെയാണ് സാർ ഇവിടെ നടക്കുന്നത്? ക്ലാസ്സിൽ പങ്കെടുക്കാതെ +1 പോയിരുന്ന് പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയോട് ഭീഷണി. ഇതെന്താ ഗുണ്ടാപ്പണിയാണോ അധ്യാപകർ എന്ന് പറഞ്ഞാൽ? പല സ്കൂളുകളിലെയും പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് എന്ന് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ സ്കൂളുകളുടെ പേര് പറയാത്തത് ആ വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് കാരണമാണ്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻഷോട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് തമ്പനയിൽ ഇട്ടതിന് ആ വിദ്യാർത്ഥി എന്നെ വിളിച്ച് കരയുകയാണ്. സാർ ഇത് മാറ്റണം, ഇത് അധ്യാപകർ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ പൊക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് പണി തരുതരുന്നു. അതുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും അപേക്ഷിച്ചതുകൊണ്ടാണ് പല സ്കൂളുകൾക്കെതിരെയും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഹരാസ്മെന്റ് ചെയ്യുന്ന, വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സ്കൂളുകളുടെ പേര് പറയാത്തത് തൽക്കാലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് അത് പ്രശ്നമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ വീണ്ടും വിദ്യാർത്ഥികളെ ഈ ഒരു കൊറോണ കാലത്ത് ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥികളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് സ്കൂളുകൾ പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ടുള്ള ശക്തമായ റിപ്പോർട്ടുകൾ ഞങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം, വിദ്യാർത്ഥികൾക്ക് നീതി വേണം. അവരെ കൊണ്ട് പറ്റുന്ന പണിയെടുപ്പിക്കുക. +1 +2 ഒരുമിച്ച് പഠിക്കാൻ അവർക്ക് സൗകര്യമില്ല, അവർക്ക് വയ്യ, അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ +1 തീർക്കാദ്യം, എന്നിട്ട് മതി +2. ഇല്ലെങ്കിൽ പരീക്ഷ എല്ലാം റദ്ദ് ചെയ്തിട്ട് പിള്ളേരെ വേറെ വല്ല പണിക്കും വിടും. നിങ്ങൾ എന്തൊരു മണ്ടൻ തീരുമാനങ്ങളൊക്കെയാണ്. സുപ്രീം കോടതി, അതോടൊപ്പം തന്നെ സംസ്ഥാന വകുപ്പ്, അധ്യാപകർ, ഇതിനെല്ലാം ഇടയിൽ കിടന്നുകൊണ്ട് പാവപ്പെട്ട +1 വിദ്യാർത്ഥികൾ തേരാപാര ഓടുകയാണ്. അതിനിടയിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ ഈ വീഡിയോസും. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ വിളിക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളെ ഫോൺ കോളുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പല വിദ്യാർത്ഥികൾ വിളിക്കുമ്പോൾ ഞാൻ തിരക്കിലാണ്, കോവിഡ് കേസുകൾ എൻ്റെ വാർഡിലും കൂടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ജീവനും കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികളും ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും പറ്റുന്ന വിദ്യാർത്ഥികളോടെല്ലാം സംസാരിക്കുവാനും അവരുടെ വാട്സപ്പിൽ മറുപടി കൊടുക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളോടെല്ലാം ആരോടെങ്കിലും ആ മറുപടി തരാനോ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റിയില്ലാത്ത അല്ലെങ്കിൽ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവരോടെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും